നമസ്കാരം. ബി.ജെ.പി. കേരളത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് വളരെ ലാഭം കൊയ്യുന്ന ഒരു കൃഷിയാണെന്ന് സംവിധായകനും ബിഗ് ബോസ് വിജയിയുമായ അഖിൽ മാരാർ. പത്മജ വേണുഗോപാൽ ബി.ജെ.പിയിലേക്ക് പോയാൽ എന്താണ് എന്ന് അഭിമാനത്തോടെ ചോദിക്കുന്ന കോൺഗ്രസിന്റെ നേതാക്കന്മാരോട് എനിക്ക് പറയാനുള്ളത്, ബി.ജെ.പിയുടെ ബുദ്ധി നിങ്ങൾക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല എന്നാണ്. അത് നിങ്ങൾ ഇപ്പോഴെങ്കിലും തിരിച്ചറിയണം എന്നാണ്. ടോം വടക്കൻ പോകുമ്പോൾ എന്താണ് നിങ്ങൾക്ക് നഷ്ടമെന്ന് ചോദിച്ചിട്ടുണ്ട് എന്നും അഖിൽ സോഷ്യൽ മീഡിയയിൽ പങ്കിട്ട വീഡിയോയിലൂടെ പറയുന്നു. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: രാഷ്ട്രീയ കൃഷിയെക്കുറിച്ച് പറയാനാണ് ഞാൻ ഈ വീഡിയോ പങ്കുവെക്കുന്നത്. നമുക്ക് ലാഭം കൊയ്യാൻ വേണ്ടി പലവിധ കൃഷികളും ചെയ്യാം. രാഷ്ട്രീയ കൃഷി അങ്ങനെയല്ല. ബി.ജെ.പി. കേരളത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് വളരെ ലാഭം കൊയ്യുന്ന ഒരു കൃഷിയാണ്. പത്മജ വേണുഗോപാൽ ബി.ജെ.പിയിലേക്ക് പോയാൽ എന്താണ് എന്ന് അഭിമാനത്തോടെ ചോദിക്കുന്ന കോൺഗ്രസിന്റെ നേതാക്കന്മാരോട് എനിക്ക് പറയാനുള്ളത്, ബി.ജെ.പിയുടെ ബുദ്ധി നിങ്ങൾ ഇനിയെങ്കിലും തിരിച്ചറിയണം എന്നാണ്. ടോം വടക്കൻ പോകുമ്പോൾ എന്താണ് നിങ്ങൾക്ക് നഷ്ടമെന്ന് ചോദിച്ചിട്ടുണ്ട്. സത്യമാണ്, ഒന്നും പോകില്ല. ഇവർ ഒന്നും പോയാൽ ഒരു 10 അണി പോലും പോകില്ല. പക്ഷേ ടോം വടക്കൻ സോണിയാഗാന്ധിയുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരനായിരുന്നു. അയാൾക്ക് കൃത്യമായി അറിയാം നിങ്ങളുടെ സാമ്പത്തിക സ്രോതസ് എന്താണ് എന്നും നിങ്ങൾ അണിയറയിൽ നടത്തിയ പല കാര്യങ്ങളും അഴിമതി കഥകൾ ഉൾപ്പെടെ കൃത്യമായി അറിയുന്ന ഒരാളാണ് ടോം വടക്കൻ. അദ്ദേഹത്തെ ബി.ജെ.പി. കൊണ്ടുപോകുമ്പോൾ കോൺഗ്രസിനുള്ളിലെ അണിയറ കഥകൾ കൂടിയാണ് അവരിലേക്ക് ചെന്നു ചേർന്നത്. ഏതു ഭാഗത്ത് വെട്ടണമെന്നത് വടക്കനിലൂടെ ബി.ജെ.പിക്ക് കിട്ടും. അതുകൊണ്ട് തന്നെ ഉറപ്പായും ബി.ജെ.പിക്ക് ഗുണം മാത്രമാണ് കിട്ടുന്നത്. അല്ലാതെ വടക്കൻ പോയാൽ അണികൾ പോകില്ല എന്നല്ല കരുതേണ്ടത്. അവിടെയാണ് വിഡ്ഢിത്തം. പത്മജ പോകുമ്പോഴും അങ്ങനെ തന്നെയാണ് നിങ്ങൾ കരുതുന്നത്. പക്ഷേ ബി.ജെ.പി. അവിടെയാണ് വലിയ ഒരു കൃഷി നടത്തുന്നത്. കോൺഗ്രസിന്റെ വളർച്ച ദോഷം ചെയ്യുന്നത് ഉറപ്പായും ബി.ജെ.പിക്ക് തന്നെയാണ്. അതുകൊണ്ട് തന്നെ കോൺഗ്രസിനെ ഇല്ലാതെയാക്കണം. അതാണ് അവരുടെ പരമപ്രധാനമായ ലക്ഷ്യം. അവർ കേരളത്തിൽ കൂടിയിരിക്കുന്നത് CPM-ന്റെ കൂടെയാണ്. കെ കരുണാകരന്റെ മകൾ പോലും ബി.ജെ.പിയിലേക്ക് പോകുമ്പോൾ അണികൾക്കിടയിൽ സംശയം കൂട്ടും. അത് ഇടതുപക്ഷം പ്രയോജനപ്പെടുത്തുകയും ചെയ്യും. ശോഭാ സുരേന്ദ്രന്റെ വാക്കുകൾ നോക്കൂ. ബിന്ദു കൃഷ്ണയുടെ വാക്കുകൾ ശ്രദ്ധിച്ചാലും ഇത് മനസ്സിലാകും. CPM-ന്റെ കാര്യത്തിൽ എന്തുകൊണ്ട് ഇവർ ഒന്നും അഭിപ്രായം പറയുന്നില്ല? കോൺഗ്രസിന്റെ നേതാക്കൾ ഇനിയും വരുമെന്ന് ഇത്രയും ഉറപ്പോടെ പറയുന്നതിന് പിന്നിൽ വ്യക്തമായ ലക്ഷ്യങ്ങളുണ്ട്. സുരേഷ് ഗോപി തൃശൂരിൽ ജയിക്കണമെന്ന് ബി.ജെ.പിയുടെ ഒട്ടുമിക്ക നേതാക്കന്മാരും ആഗ്രഹിക്കുന്നില്ല എന്നതാണ് വാസ്തവം. ഞാൻ മുൻപേ തന്നെ പറഞ്ഞിരുന്നു, സുരേഷ് ഗോപി ജയിച്ചേക്കാമെന്ന്. പ്രതാപൻ അവിടെ വലിയ നേതാവല്ല. അത് പറയാൻ ജ്യോതിഷമൊന്നും അറിയേണ്ട കാര്യവുമില്ല. കെ മുരളീധരന്റെ തീരുമാനങ്ങളെ മുസ്ലിം സഹോദരങ്ങൾ ശക്തമായി തന്നെ എടുക്കണമെന്നാണ് പറയാനുള്ളത്. ബി.ജെ.പിയെ ജയിപ്പിക്കില്ല എന്നാണ് മുരളീധരൻ തീരുമാനമെടുക്കുന്നത്. എന്തുകൊണ്ടാണ് വടകര വിട്ട് മുരളീധരൻ അവിടെ വരുന്നു എന്നതും ചിന്തിക്കണം. തൃശൂരിലെ മത്സരം ശക്തമായ ത്രികോണ മത്സരമാകും വരെ